ജോബ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു കാര്യമാണെന്നും അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്യണമെന്നൊക്കെയുള്ള കുറേ ഫോൾസ് ബിലീഫ്സ് അവിടെ ഇവിടെയൊക്കെ ഞാനിങ്ങനെ കേട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെ അപ്ലൈ ചെയ്യാം ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് ഇൻഫർമേഷൻ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആർക്ക് അപ്ലൈ ചെയ്യാം, എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, എപ്പോൾ ജോലി കിട്ടും, എങ്ങനെ ഫ്ലൈ ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു 3 സ്റ്റെപ്പായിട്ടാണ് ഇവിടുത്തെ അപ്ലിക്കേഷൻ, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്, ഇൻ്റർവ്യൂ പ്രോസസ്സ്, ഈ 3 നടക്കുന്നത്. അപ്പോൾ ഇത് നടക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ ഭാഗം കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കാര്യം പറയാം, നമുക്ക് ഡയറക്റ്റായിട്ട് മോൾഡീവ്സിൽ ടീച്ചേഴ്സിന് അപ്ലൈ ചെയ്തിട്ട് വരാൻ പറ്റില്ല. വി നീഡ് ദ ഹെൽപ്പ് ഓഫ് എനി വൺ ഏജൻസി. അപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസി വഴി മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഡിപ്പെൻഡഡ് ആണ് അവിടെ. നമ്മൾ ബാക്കിയുള്ള സ്കൂളുകളിലോ അല്ലെങ്കിൽ നാട്ടിലെ പോലെയോ അല്ലെങ്കിൽ വേറെ കൺട്രീസിലെ പോലെയുള്ള ഡയറക്റ്റ് അപ്ലിക്കേഷൻസ് എടുക്കുന്നില്ല. കഴിഞ്ഞ ഡിഗ്രിയാണ് ഇവർ പറയുന്ന ബേസിക് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും ഇവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് PG ഉണ്ട്, നമുക്ക് B.Ed ഉണ്ട്, M.Ed ഉണ്ട്, PhD ഉണ്ട്. അങ്ങനെയുള്ള ഹയർ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ബെനിഫിറ്റ് ആണ്. നമുക്ക് സാലറി സ്കെയിൽ ഡിഫറൻസ് വരും. ഓക്കെ, അടുത്ത കാര്യം എങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ നമ്മുടെ ഇൻ്റർവ്യൂവിലാണ് നമ്മൾ ഡിഗ്രി വരെ ആണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എങ്കിലും നമ്മുടെ സബ്ജക്ട് നോളജും നമ്മുടെ സബ്ജക്റ്റിൽ എത്രമാത്രം കോൺഫിഡൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ കാണിക്കേണ്ടത്. സോ സബ്ജക്ട് നോളജ് ഈസ് എ മസ്റ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് പ്രോസസ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പലതരത്തിലുള്ള ഇൻ്റർവ്യൂസും പലതരത്തിലുള്ള ആളുകൾ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട് ജോബ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ചില സമയത്ത് നമ്മളോട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറയും. നമ്മൾ ക്ലാസ് എടുക്കുന്ന ഒരു മോഡലോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൈലോ നമ്മുടെ ചില റൈറ്റിങ്സോ ഒക്കെ നമ്മളോട് അപ്ലോഡ് ചെയ്യാൻ പറയാറുണ്ട്. ഇവിടെ അതൊന്നുമല്ല വേണ്ടത്. ദി വോണ്ട് ടു സീ യുവർ സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എത്ര ക്ലിയർ ആയിട്ട് അവർ പറയുന്ന സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഡേറ്റ ഷുഡ് ബി വെരി ക്ലിയർ, വെരി ജെനുവൻ. അപ്പോൾ അവർക്ക് കൺഫേം ചെയ്യണം നിങ്ങളുടെ ഡിഗ്രി ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ ആ ക്വാളിഫിക്കേഷൻ എല്ലാം ഉള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ചിലപ്പോൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് ഇറ്റ് ബാക്ക് ഫ്രം ദർ കയ്യിൽ വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഇനി ഞാൻ പറയാം. ആദ്യം നമ്മൾ ഏജൻസിയിൽ അവർ നമ്മളെ ഇൻഫോം ചെയ്യും, ഇങ്ങനെ വേക്കൻസി വന്നിട്ടുണ്ട് ഇത്ര സബ്ജക്ട്സിന്. എല്ലാ സബ്ജക്ട്സിനും എപ്പോഴും വേക്കൻസി വരാറില്ല. 6 മാസത്തിൽ കൂടുതൽ ഇൻ്റർവ്യൂ നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിന് വേക്കൻസി വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏജൻസികൾ നമ്മൾ ഗ്രൂപ്പ്സ് ഉണ്ട്, ഗ്രൂപ്പ്സിൽ നിങ്ങൾ കയറി അപ്ഡേഷൻസ് വരും, അപ്ഡേഷൻസ് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ടൈം ലൈൻ ഉണ്ട്, ഡെഡ് ലൈൻ ഉണ്ട്, ആ സമയത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോണിൽ ഫോട്ടോ എടുത്ത് കീപ്പ് ചെയ്യുക. നന്നായി ക്ലിയർ ആയിരിക്കണം. എത്ര സൂം ചെയ്താലും നമ്മുടെ സർട്ടിഫിക്കറ്റ്സിലുള്ള എല്ലാ എഴുതിയ കാര്യങ്ങളും റീഡബിൾ ആയിരിക്കണം. അതിനുശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ലൈക്ക് ദിസ് ഇതുപോലെ ഹോൾഡ് ചെയ്തിട്ട് യുവർ ഫേസ് ആൻഡ് ദ സർട്ടിഫിക്കറ്റ് ഷുഡ് ബി ക്ലിയർ. അതുപോലെ നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് കയ്യിൽ വെക്കണം. ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് വെക്കുന്ന നോസ് പിൻ, നമ്മുടെ പൊട്ട്, നമ്മുടെ കമ്മൽ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക. മുടിയെല്ലാം നന്നായിട്ട് കൂട്ടിക്കെട്ടി പറത്തിയിട്ടും നമ്മൾ മുടി അഴിച്ചിട്ടൊന്നും ഫോട്ടോ എടുക്കാതിരിക്കുക. ബിക്കോസ് അവർക്ക് നമ്മുടെ ഫേസ് വളരെ കൃത്യമായി കാണണം. അത് നമ്മുടെ പാസ്പോർട്ടുമായി മാച്ചിങ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. അപ്പോൾ നമ്മളായിട്ട് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കരുത്. ബിക്കോസ് ഇത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഫോട്ടോ വളരെ ക്ലിയർ ആയിരിക്കുക. അവർക്ക് കൺഫേം ചെയ്യാൻ പറ്റണം ഇത് നമ്മൾ തന്നെയാണ്, ഈ 2 പേരും മാച്ചിങ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് സെപ്പറേറ്റ് ഫോട്ടോ എടുക്കണം. ഇതുപോലെ നമ്മൾ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഹോൾഡ് ചെയ്തിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഫോട്ടോ എടുത്തിട്ട് കയ്യിൽ വെക്കുക. ഈ ഡേറ്റയാണ് അവർ പറയുന്ന സൈറ്റിലോട്ട്, അത് നമ്മുടെ ഏജൻസി ഏത് സൈറ്റാണ് ഏത് ലിങ്കാണെന്നൊക്കെ അവർ ഷെയർ ചെയ്ത് തരും, അതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ വി ക്യാൻ മൂവ് ടു ദ സെക്കൻഡ് സ്റ്റെപ്പ്. നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഇത്രയും നന്നായി ക്ലിയർ ആയി നിങ്ങൾ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ നോ അതർ ഡൗട്ട്സ്, നിങ്ങൾ എന്തായാലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ക്ലാരിറ്റി കുറവ് വന്നാൽ മാത്രമാണ് അവർ റിജക്റ്റ് ചെയ്യത്തുള്ളൂ. അത് വളരെ റെയർ ആണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കുമ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മുടെ നെയിം വരും.
നമ്മുടെ പാസ്പോർട്ട് നമ്പറും നമ്മുടെ പേരുമാണ് ലിസ്റ്റിൽ ഉണ്ടാവുക. കൺഫേം ചെയ്യാം ആ നെയിമും നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറും സെയിം ആണെന്ന്. കാരണം അതിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും കറക്ഷൻസ് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് പോകാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളാണ് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഫസ്റ്റ് നിങ്ങൾ ഉറപ്പുവരുത്താം. ഓക്കെ, പിന്നെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നമ്മുടെ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ്. ഈ ഇൻ്റർവ്യൂ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നടക്കുന്നുണ്ട്. അപ്പം അത് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ അവർ വരാൻ റെഡി ആണെങ്കിൽ അവർ വന്ന് ഇൻ്റർവ്യൂ എടുത്ത് പോകും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതൊക്കെ നമ്മുടെ ഏജൻസി എല്ലാം ഹെൽപ്പ് ചെയ്യും കേട്ടോ, അതിലൊന്നും നിങ്ങൾ ഡൗട്ടൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ, അപ്പം ഞാൻ അറ്റൻഡ് ചെയ്തത് ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ. ഞാൻ കൊച്ചിയിൽ വന്നു. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. നമ്മുടെ പാസ്പോർട്ട് അവർ വെരിഫൈ ചെയ്യും, നമ്മുടെ ഡേറ്റാസ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു റൈറ്റിംഗ് ടെസ്റ്റിലേക്കാണ്. റൈറ്റിംഗ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂസും നമ്മുടെ നാട്ടിലൊക്കെ ഓരോ കോഴ്സൊക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി എഴുതുന്ന വലിയ വലിയ എക്സാംസ് ഒന്നും അല്ല. ഒരു 5 മിനിറ്റ് ടൈം തരും. ഐ തിങ്ക് 3 or 5 minutes അവർ ടൈം തരും. അതിനുള്ളിൽ അവർ പറയുന്ന ടോപ്പിക്കിനെ പറ്റി ആസ് മച്ച് ആസ് പോസിബിൾ യു ഹാവ് ടു റൈറ്റ്. അപ്പോൾ എത്രമാത്രം നമുക്ക് എഴുതാൻ പറ്റുമോ അത്രമാത്രം അവർ പറയുന്ന ടൈം ലിമിറ്റിനുള്ളിൽ എഴുതി തീർക്കുക. ഒരു പേജ് തരും, ഓൾമോസ്റ്റ് ഒരു പേജും എഴുതി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ്. ബിക്കോസ് എല്ലാവർക്കും ഒരേ സമയം തരുന്നു, അപ്പോൾ അവർ കമ്പയർ ചെയ്യില്ല. ഡെഫിനറ്റ്ലി ദേ വിൽ കമ്പയർ ദ പേപ്പേഴ്സ്. ബട്ട് ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് കമ്പാരിസൺ ഒന്നും ടൈമില്ല. മേ ബി ആഫ്റ്റർ ദാറ്റ് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷനൊക്കെ വരുമ്പോൾ അവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് അത് എഴുതുക. അത് എഴുതി കഴിഞ്ഞ് നമ്മൾ ഈ പേപ്പറും പിടിച്ച് നേരെ പോകുന്നത് ഇൻ്റർവ്യൂ പാനലിൻ്റെ അടുത്തോട്ടാണ്. ഇറ്റ്സ് എ റൗണ്ട് ടേബിൾ എക്സാക്ട്ലി. സ്റ്റിൽ ഐ ക്യാൻ റിമെമ്പർ ദ ഡേ. അതൊരു വേറെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം നിങ്ങൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഇത്തിരി പാനിക്കൊക്കെ ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് സബ്ജക്ട് നോളജ് ഉണ്ടെങ്കിൽ ഒരു പറയും വേണ്ട, നമുക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാം. ഇതുവരെ ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂസിൽ ജോബിന് വേണ്ടിയിട്ടല്ലായിരുന്നു. നമ്മൾ ഈ കോഴ്സൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എംഫിലും എൻ്റെ PGയും ഒക്കെ ഞാൻ ഇൻ്റർവ്യൂ ഇതുപോലെ എൻട്രൻസ് എഴുതിയിട്ടാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഇതൊന്നും അല്ല കേട്ടോ ശരിക്കും. അപ്പോൾ അത്ര വലിയ ഫാക്ടറൊന്നുമല്ല, നമുക്ക് ജസ്റ്റ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ചെറിയ ബേസിക് സബ്ജക്ട് നോളജ് ഉണ്ടെങ്കിൽ തന്നെ. എൻ്റെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിയുമ്പോഴേ എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഇങ്ങനെ ഇൻക്രീസ് ആയി വരായിരുന്നു കേട്ടോ. നിയർ 15 to 20 minutes എനിക്ക് ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചു. ടു ബി ഓണസ്റ്റ് ഞാനും ഞെട്ടിപ്പോയി, എന്തിനാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് ഓർത്തിട്ട്. പിന്നെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റാപ്പിഡ് ഫയർ. അവർ നിർത്താതെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡെഫിനറ്റ്ലി ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഐ എം ആൻസറിങ് വൺ ക്വസ്റ്റ്യൻ, എൻ്റെ ആൻസർ തീരുന്നതിന് മുന്നേ എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരുന്നു. സോ ഇറ്റ് വാസ് എ ചാലഞ്ചിങ് ടൈം, ബട്ട് സ്റ്റിൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനും ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ ആൻസർ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ആൻസർ ഒന്നും തെറ്റിക്കേണ്ടി വന്നില്ല, എനിക്ക് ആൻസർ കിട്ടാതെ ഇരുന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ബേസിക് ഗ്രാമർ മുതൽ എൻ്റെ അടുത്ത് റിസർച്ചിൻ്റെ ടോപ്പിക്സ് വരെ അവർ ചോദിച്ചു എന്നുള്ളതാണ്. ഞാനും കുറച്ച് വണ്ടറായിപ്പോയി. മേ ബി അവർ സബ്ജക്ട് നോളജ് ഉള്ളവരായിരിക്കും, അതുകൊണ്ടല്ലേ റിസർച്ചിൽ നിന്ന് വരെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഞാൻ ഒന്നും എൻ്റെ മൈൻഡിലില്ലായിരുന്നു. ഐ ഗോട്ട് സം ക്വസ്റ്റ്യൻസ്, സോ ഐ നീഡ് ടു ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ, വിത്തൗട്ട് എനി ഡൗട്ട്സ്. അത് മാത്രമായിരുന്നു എൻ്റെ എയിം. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിനെ തന്നെ ഞാൻ ഒരുപാട് ഇവാലുവേറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഞാൻ ജഡ്ജ്മെൻറ്റ് നടത്തിയിരുന്നു. ഞാൻ പല സമയത്തും ഇങ്ങനെ ജഡ്ജ്മെൻറ്റൽ ആവാറുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നിയിരുന്നു ഈ ഡിഗ്രി കഴിഞ്ഞ പിള്ളേർക്ക് ഈ റിസർച്ചിനെ പറ്റി എന്തറിയാൻ പറ്റും. അപ്പോൾ അവർ എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ മേ ബി ചിലപ്പോൾ നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ അവരത് അത്ര വലിയ പ്രശ്നമാക്കില്ലായിരിക്കാം. ഞാൻ ആൻസർ ചെയ്തുകൊണ്ട് ആളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാനും ആൻസർ ചെയ്യുന്നതിനനുസരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് എ വെരി ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ അതുപോലെ ഡിഗ്രി കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തെറ്റിക്കാതിരിക്കുക. BDMs അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വന്നേക്കാം. ഞാൻ ഇംഗ്ലീഷ് സബ്ജക്റ്റിന് റിലേറ്റഡ് ആയിട്ട് കുറച്ചധികം പറയുന്നുണ്ട്. അത് കാണുന്നവർക്ക് കുറച്ചധികം ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വേറെ സബ്ജക്ട്സിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. അത്രയും. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ പിള്ളേർക്ക് ഡെഫിനറ്റ്ലി നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അവർ അതിൽ പഠിക്കുന്നില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് അറിയുന്നത് അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വിട്ടു പോകാതിരിക്കുക. മാക്സിമം നിങ്ങൾക്ക് അറിയുന്ന ആൻസേഴ്സ് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. അപ്പോൾ പിന്നെ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിരിക്കണം. ലാംഗ്വേജ് ഒരു വലിയ മാറ്ററാണ്.
അപ്പോൾ നിങ്ങൾ ഫ്ലുവൻ്റ് അല്ലെങ്കിൽ, ബിക്കോസ് നമ്മൾ ഇവിടെ വന്നാലും നമ്മൾ യൂസ് ചെയ്യേണ്ട ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. പിന്നെ ഇവിടെ മദർ ടങ് എന്ന് പറയുന്നത് ദ്വിവേഹിയാണ്. അത് നമ്മൾ പഠിച്ച് ഇവിടെ വന്ന് പഠിച്ച് പറയാമെന്നൊക്കെ പറയുന്നത് ഗ്രാജുവലി മെല്ലെ മെല്ലെ നമ്മൾ പഠിക്കും. പക്ഷെ ഇത് പഠിച്ചിട്ട് ഇവിടെ വരുമെന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. അപ്പോൾ നമുക്കറിയുന്ന നമ്മുടെ ഭാഷ നന്നായിട്ട് ഡീൽ ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷ് നന്നായി അറിഞ്ഞിരിക്കണം. ഷുഡ് ബി ഫ്ലുവൻറ്റ്, അത് തന്നെ പറയും. ഇറ്റ്സ് നോട്ട് ഷുഡ് ബി, യു മസ്റ്റ് ബി. അപ്പോൾ നിങ്ങളതിൽ ഫ്ലുവൻ്റ് ആയിരിക്കുക, എന്നാൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാം. മേ ബി നമുക്ക് അറിയില്ലെങ്കിലും നമുക്ക് സ്കിപ്പ് ചെയ്ത് അടുത്ത ആൻസറിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ പോയി അടിക്കരുത്. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിസ്റ്റ് വരും. നമ്മൾ പ്രതീക്ഷിച്ച നന്നായി നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടാവും എന്നുള്ളത്. അതിനുശേഷം അപ്പോൾ ആ 3 സ്റ്റേജും കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം എന്ന് പറയുന്നത് ഒരു കാത്തിരിപ്പാണ്. എക്സാക്ട്ലി എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂ ലിസ്റ്റ് വന്നിട്ട് സെലക്ട് ആയിട്ട് 8 months കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ടൈം എടുത്തു എന്നുള്ളതാണ്. അതിന് കാരണം കൂടി ഞാൻ പറയാം. ഇവിടെ നമ്മൾ ഒരുപാട് ഗവൺമെൻറ് സ്കൂൾസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ സ്കൂൾ ഏതാണെന്ന് നമ്മളിവിടെ വന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഓൾറെഡി മുന്നേ പ്ലാൻ ചെയ്ത് നമ്മുടെ പേര് അതിൽ അലോട്ട് ചെയ്യൊന്നുമില്ല. എപ്പോഴാണോ വേക്കൻസി വരുന്നത് അപ്പോൾ ആ ലിസ്റ്റിലെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് അവർ നമ്മളെ പിക്ക് ചെയ്തങ്ങ് വിളിക്കും. അതാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോൾ വിളിക്കാൻ പറ്റും. ചിലപ്പോൾ 1 വീക്കിൽ ട്രാവൽ ചെയ്തവരുണ്ടായിരിക്കും, 2-3 വീക്സിൽ ഫ്ലൈ ചെയ്തവരുണ്ടായിരിക്കും, മേ ബി 1 year കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും. ഇറ്റ്സ് ഡിപ്പെൻസ്. അത് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് വരാൻ പറ്റും എന്നുള്ളതിനെ പറ്റി നമുക്ക് വാശി പിടിക്കാനും പറ്റില്ല. അപ്പോൾ ഒരു കാത്തിരിപ്പിൻ്റെ ആവശ്യം അവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ജോബ് കിട്ടും. എല്ലാവരെയും സെലക്ട് ചെയ്ത എല്ലാവരും ഇവരെടുക്കും. ടൈമാണ്. ആ ടൈമിൽ ഇവർ വിളിക്കുന്ന സമയത്ത് നമ്മൾ അവൈലബിളും ആയിരിക്കണം. ആ സമയത്ത് നമ്മൾ അവിടെ റിസൈൻ ചെയ്യാൻ പറ്റിയില്ല, ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല, എൻ്റെ ഈ കോഴ്സ് തീർന്നില്ല, അയ്യോ എനിക്ക് മാരേജ് ആയിപ്പോയി, ഒന്നും പറയാൻ പറ്റില്ല. പോകാൻ പറ്റുമെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ. നമ്മുടെ അത്രയും എഫേർട്ട് അവിടെ ക്ലോസ്ഡ് ആയി. പിന്നെ നമ്മൾ ആ ലിസ്റ്റ് കൊണ്ട് ഒരു യൂസും ഇല്ല. അവർ നമ്മളെ കീപ്പ് ചെയ്യത്തില്ല. അടുത്ത സെറ്റ് വിളിക്കും. കാരണം അത്രയും പേരെ അവർ ഇൻ്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. സെലക്ട് ചെയ്തിട്ട് വിളിക്കുകയല്ല, സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. വേക്കൻസി വരുമ്പോൾ ഇതിന് ഈ ലിസ്റ്റിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ 3 സ്റ്റേജ് ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ക്ഷമയാണ്. ഈ പേഷ്യൻസ് എന്ന് പറയുന്ന കാര്യം അത് പേ ചെയ്യും നമ്മളിവിടെ. കാരണം നമ്മൾ ക്ഷമിച്ചിരുന്നേ പറ്റൂ. നമ്മൾ എപ്പോൾ വിളിക്കും അപ്പോൾ വരാം. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ വന്നിട്ട് 1 വർഷം ആവാനായി. പിന്നെ ഈ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സും അതിൻ്റെ സ്റ്റെപ്സൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ അതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കോൺടാക്ട് ചെയ്യാം. ഇനി കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് അപ്ലിക്കേഷൻസിൻ്റെയും ഐലൻഡ് ലൈഫിനെയൊക്കെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ വീഡിയോസായിട്ട് വരും. മെല്ലെ മെല്ലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനലും അത്രയും പഴയ ചാനലോ അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് ഉള്ളതൊന്നും അല്ല. അപ്പം ഞാനിങ്ങനെ ഇനി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സജഷൻസും നിങ്ങളെന്താണ് എൻ്റെ വ്യൂവേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നത്, എന്ത് വീഡിയോസാണ്, എങ്ങനത്തെ വീഡിയോസാണ് എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മെയിലായിട്ടോ കമൻ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും അറിയിക്കാം. സോ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ ഇഫ് യു നീഡ് എനി ഹെൽപ്പ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിലും നിങ്ങൾക്ക് ആക്സസബിൾ ആണ്. നിങ്ങൾക്ക് എൻ്റെ മെയിൽ ID ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കമൻ്റായി അറിയിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി കാത്തിരിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. Bye.